അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ലഗ്നത്തിൽ ശനിയാണ്. അത് നമ്മുടെ ക്ഷമാശീലത്തെയും അതുപോലെ അച്ചടക്ക ബോധത്തെയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ലഗ്നത്തിലെ ശനി എന്ന് പറയുന്നത്. 7.5 ആണ്ടൻ ശനി എന്നാണ് ഇതിന് പറയുക. എങ്കിലും അത് കൊണ്ട് പല ഗുണങ്ങളും കൂടെ ഉണ്ട്. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എങ്കിലും 5-ാം ഭാവത്തിലെ വ്യാഴവും സൂര്യനുമുണ്ട്. അത് പല തരത്തിലുള്ള ഗുണങ്ങൾ ഈ 7.5 ശനിയാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ, വിദ്യാഭ്യാസം, അതുപോലെ ഗവേഷണ രംഗത്ത്, IT മുതലായിട്ടുള്ള രംഗത്ത്, അധ്യാപനം, പ്രസംഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും കലാരംഗത്തിലും മീഡിയ മുതലായിട്ടുള്ളവർക്കും ഒക്കെ പല നേട്ടങ്ങളും ഈ മീനക്കൂറുകാർക്ക് ഉണ്ടാവുന്നതാണ്. 4-ാം ഭാവത്തിലാണ് ബുധൻ. അത് വക്രത്തിലാകുന്നതുകൊണ്ട് ഓഫീസിലോ അതുപോലെ താമസ സ്ഥലമോ ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് മറ്റൊരു പോർട്ട്ഫോളിയോയിലേക്ക് മാറാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ പഴയ ചില ബന്ധങ്ങൾ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ മറ്റ് ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ഒന്നിച്ചു ചേർന്ന് പോയ ആൾക്കാരും ഇടയ്ക്ക് വെച്ച് ബ്രേക്കായവരുമായിട്ട് കൂടുതൽ വീണ്ടും സന്ധി ചെയ്യാനും ഒന്നിച്ച് ജോലി ചെയ്യാനും ഒക്കെ സാധ്യതകളുണ്ട്. ജോലിയിലും ഒക്കെ അവരവരുടെ ആശയങ്ങളുമൊക്കെ അംഗീകാരം ഉണ്ടാകും. പുതിയ ചുമതലകളും ഒക്കെ അതോടൊപ്പം തന്നെ നമ്മളിലേക്ക് എത്തുന്നതായിട്ടും കാണാവുന്നതാണ്. പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചം തന്നെയാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ്. അത് ഭാവിയിലേക്ക് മികച്ച നേട്ടമുണ്ടാക്കും. ആരോഗ്യപരമായിട്ട് മുട്ട്, കാല് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക്, കാലുവേദന മുതലായിട്ടുള്ള ഉണ്ടാവുക, ഉറക്കക്കുറവുണ്ടാവുക, ഇടത്തെ കാലിന് ഇടത്തെ കണ്ണിനും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ലഘുവായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. കുടുംബാംഗങ്ങൾ പരസ്പരം സന്തോഷത്തോടു കൂടി വർത്തിക്കും. മക്കളിൽ നിന്നുള്ള സന്തോഷം കൊണ്ട് അഥവാ അവരുടെ നേട്ടങ്ങളെ കൊണ്ട് അഭിമാനിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. എല്ലാ പ്രധാന കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ വൈകുന്നതായിട്ട് കാണാം. എന്നാലും ശുഭകർമ്മങ്ങളൊക്കെ നടക്കും. പ്രത്യേകിച്ച് ഒരു വിശേഷ ശുഭകർമ്മം ഗൃഹത്തിൽ നടക്കാൻ ഇപ്പോൾ സാധ്യത കാണുന്നുണ്ട്. ഇവരെ പരിഹാരമായിട്ട് ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി സൂര്യനും ശനിക്കും പ്രദക്ഷിണം വയ്ക്കുക, യഥാശക്തി വഴിപാടുകളൊക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ആ മന്ത്രങ്ങൾ, ശനിയുടെയും ഒക്കെ മന്ത്രങ്ങൾ ജപിക്കുക, വിശേഷിച്ച് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം നടത്തുക, അതുപോലെ തന്നെ പഠന സഹായങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതും അന്നദാനം നൽകുന്നതും ഒക്കെ വിശേഷ ഫലം നൽകുന്നതാണ്. നമസ്കാരം.